തന്നെ ജീവിതത്തിലുള്ള സംസ്കാരം, ഈ സംസ്കാരം കെട്ടിപ്പടുക്കാനാണ് ഇപ്പൊ കല എന്ന് പറയുന്നത്. അതുകൊണ്ട് കലയും സംസ്കാരവും തമ്മിൽ ബന്ധമുണ്ട്. എന്താ കാരണം? ഉദാഹരണത്തിന് ഈ ജയചന്ദ്രൻ മരിച്ചല്ലോ, നമ്മളെ പാട്ടുകാരൻ. അയാളുടെ പാട്ടുകളൊക്കെ ഞാൻ ഇപ്പോഴാണ് കുറെ കേട്ടു നോക്കിയത്. യൂട്യൂബിൽ കേട്ടു നോക്കിയപ്പോ എത്ര അർത്ഥവത്താണ്. ഇപ്പൊ ഇതെല്ലാം വെച്ചിട്ട് നീ എന്റേതല്ലേ ഞാൻ നിന്റേതല്ലേ, ഭയങ്കര പാട്ടാണ്. ഇപ്പം മാത്രമല്ല, ഒരുത്തൻ ഇതിൻ്റെ ഇടയിൽ ഇറങ്ങിന്, ഓന് 15 ലക്ഷമാണ് ഇത്ര ഓൻ്റെ ഇത് പൈസ. എന്താ മൂപ്പര് പറയുന്നത് വെച്ചാൽ, ഞാൻ എൻ്റെ ഉപ്പ ഒരിക്കൽ ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഒരാളപ്പ ഹോ 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 എന്ന് പറഞ്ഞു. ഞാൻ അതിനെ ഉടനെ ട്യൂണാക്കി പാട്ടുപാടിയെന്നാണ്. അങ്ങനെ അത് ഭയങ്കര ജനങ്ങളുടെ ഇടയിൽ ക്ലിക്കായി. ഇത് സംസ്കാരമാണ്, ഇത് സംസ്കാര രാഹിത്യമാണ്, കലയെ കൊല ചെയ്യലാണ്. മറിച്ച് ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. ഇത് ഏത് സമയത്താ വന്നതെന്ന് നിങ്ങൾക്കറിയോ? ഞാനിത് പഠിച്ചു. അപ്പൊ പറഞ്ഞ ഒരു കുട്ടിയെ നെഞ്ഞത്തിരുത്തിയിട്ട് നെഞ്ഞത്ത് കിടത്തിയിട്ട് പാടുകയാണ്. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ. പൂങ്കുയിലിനോട് പറയുകയാണ്, നീ ഒച്ചയൊന്നും ഉണ്ടാക്കല്ല, എൻ്റെ കുഞ്ഞു ഉറങ്ങട്ടെ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. രണ്ടാമത് പറയുന്നു, ഒന്നിനി തിരിതാഴ്ത്തോ താരക നിലാവേയൻ. എന്തോ ഒരു രസമാണ്. ഒന്നിനി തിരിതാഴ്ത്തോ താരക നിലാവേയൻ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ഒന്ന് യൂട്യൂബിലിട്ട് ഒന്ന് കേട്ടു നോക്കണം, ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ. എന്നുവെച്ചാല് ചന്ദ്രനോട് പറയുകയാണ്, ഒന്നിനി തിരിതാഴ്ത്തു താരക നിലാവേ. എന്നുവെച്ചാൽ അതിന്റെ വെളിച്ചം കുറച്ച് കുറക്കാൻ പറയാണ്. കാരണം എൻ്റെ കുഞ്ഞു ഉറങ്ങട്ടെ, എൻ്റെ കണ്ണിലെ കിനാവ് നീ തകർക്കരുത്, അതുകൊണ്ട് ഞാനൊന്ന് ഉറങ്ങട്ടെ, അല്ലെങ്കിൽ കുട്ടി ഉറങ്ങട്ടെ എന്നാണ് പറയുന്നത്. അതിനുശേഷം പിന്നീട് പറയുന്നത് പിന്നെ ഹൃദയത്തോടാണ്, നീ അധികം അടിക്കല്ലേ, കാരണം എൻ്റെ കുഞ്ഞൊന്ന് ഉറങ്ങിക്കോട്ടെ. എന്തോ ഒരു രസമാണ്, അങ്ങനെയുള്ള ജീവിതമാണത്. ഒരു കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കുന്ന ഒരു പാട്ട് ജയചന്ദ്രൻ പാടിയത് വാസ്തവത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. ഞാൻ പുസ്തകോത്സവത്തിന് പോയി തിരുവനന്തപുരത്ത്, XMLA വിളിച്ചപ്പോൾ ഞാനും പോയിരുന്നു. അവിടെ വെച്ച് കടന്നപ്പള്ളി രാമചന്ദ്രൻ ഈ പാട്ട് പാടി, മുനീറും പാടിയിരുന്നു, വിഷ്ണുനാഥൊക്കെ പാടിയിരുന്നു. ഈ പാട്ട് പാടി എനിക്ക് നല്ല ശബ്ദത്തിലാണ് പാടിയത്, മനോഹരമായിരുന്നു പാട്ട്. അവിടെ പാടിയപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് തോന്നി. എന്നിട്ട് പിന്നീട് ജയചന്ദ്രൻ പാടിയത് ഞാൻ കാട്ടും. അത് ഫുള്ളായിട്ട് പാടാൻ ഇപ്പോൾ സമയമില്ല എനിക്ക്, അതുകൊണ്ടാണ്. കാരണം ഹൃദയമിടിപ്പ് ഒന്ന് കുറക്കാൻ ഹൃദയത്തോട് പറയുന്ന, അതുപോലെ തന്നെ ഒന്ന് ചന്ദ്രനോട് തിരിതാഴ്ത്താൻ വെളിച്ചം കുറക്കാൻ പറയുന്ന, അതുപോലെ തന്നെ ശ്രുതി താഴ്ത്തി കുയിൽ ഒച്ച ഉണ്ടാക്കുമ്പോൾ ഉറങ്ങാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് പറയുന്നു, ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ, എന്നോമലുറക്കമായി ഉണർത്തരുതേ, എന്നോമലുറക്കമായി ഉണർത്തരുതേ. അതുപോലെ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് പാടിയ ഒരുപാട് പാട്ടുകളുണ്ട്. ഒന്ന് ഈയിടെ തൃക്കരിപ്പൂര് അത്താവുതമാഷ ഉണ്ടായിരുന്നോന്നറിയില്ല, തൃക്കരിപ്പൂര് നമ്മളൊരു ബുർജിൽ ഒരു പരിപാടി വെച്ചിരുന്നു, നമ്മളെ പാടിപ്പറയൽ പരിപാടിയുണ്ട്. അതിൽ ഞാൻ പൊട്ടിച്ചിരിക്കുവാൻ മോഹമുണ്ടെങ്കിലും പൊട്ടിക്കരയിക്കും ജീവിതം, ആശിച്ച വേഷങ്ങൾ ആടാൻ കഴിയാത്ത നാടകമാണെൻ്റെ ജീവിതം. പൊട്ടിച്ചിരിക്കുവാൻ മോഹമുണ്ടെങ്കിലും പൊട്ടിക്കരയിക്കും ജീവിതം, ആശിച്ച വേഷങ്ങൾ ആടാൻ കഴിയാത്ത നാടകമാണെൻ്റെ ജീവിതം. ഞാനൊരു പ്രത്യേകിച്ചൊരു ഇതൊന്നും ഉദ്ദേശിച്ച് പാടിയതല്ല, പക്ഷെ മനോരമയിൽ വന്നു, അത് അയാളുടെ ജീവിതമാണ് ആ പാടിയത്, അയാളുടെ ജീവിതമാണ് ആ പാടിയത്. എനിക്ക് തന്നെ ആ പാടിയതിനു ശേഷമാണ് ഞാൻ ആലോചിച്ചത്. കറക്റ്റ്
കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു അണ്ടർലൈൻ കൊടുത്തു. പിന്നെ ജനറൽ എഡിഷനിൽ മനോരമ പത്രത്തിൽ പിന്നെ കമറുളി രാവ് എന്നാണ് നമ്മളെ പരിപാടിന്റെ പേര്. അപ്പോ സദസ്സിന് കോൾമേർ കൊള്ളിച്ച കമറുളി രാവ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ താഴെ ഈ പാട്ടും അതിന്റെ വരികളും ഇത് അദ്ദേഹത്തിന്റെ ജീവിതമാണ്. കുറച്ചാൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതൊരു ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുമ്പിൽ വി ഹെൽപ്പ് അഷ്റഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ വേറൊരു പാട്ടുണ്ട്. ഈയിടെ ഒരു നാടകം കണ്ടു, നാടകഗാനം ഞാൻ കേട്ടു. ആരും അങ്ങനെ വലിങ്ങനെ കേൾക്കാത്തൊരു പാട്ടാണ്. അത് ഞാൻ ഈയിടെ പാടി ഒരു സ്ഥലത്ത്. അപ്പൊ തായ്നേരി അസീസ് പറയും, ഓൻ എവിടുന്നെങ്കിലും ഇങ്ങനത്തെ ഓരോന്ന് എടുത്തിട്ട് കൊണ്ടുവരും. കറവറ്റ പശുവിനു